ഒരു പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഞാനിപ്പം എൻ്റെ വണ്ടി ഏകദേശം 29,000 കിലോമീറ്ററായി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് പലതവണ പണി കിട്ടിയായിരുന്നു ഈ വണ്ടിയുടെ. പക്ഷേ എങ്കിലും നമ്മൾ പ്രശ്നമൊന്നുമില്ല. പെട്രോൾ വണ്ടി അപേക്ഷിച്ച് എങ്ങനെ നോക്കിയാലും ലാഭം തന്നെ ഈ വണ്ടി. അപ്പോൾ ഞാൻ 1,60,000 എനിക്ക്. പിന്നെ EMI 10-15 രൂപ എക്സ്ട്രാ ഉണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ ഒരു അപ്ഡേറ്റ് പറയാനാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റാണ് മൈലേജ് ഇല്ല എന്നുള്ളത്. അപ്പം കമ്പനി 127 ഇതിന് പറഞ്ഞേക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ 40 കിലോമീറ്റർ താഴെ ഓടിച്ചാലേ മൈലേജ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പൊതുവേ 40 അങ്ങനെ ഓടിക്കാറുണ്ടോ എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും എല്ലാവരും തന്നെ ഒരു 50 ആവറേജ് സ്പീഡിലാണ് ഓടിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ നമുക്ക് മൈലേജ് കിട്ടാനുള്ള ഒരു ടിപ്പാണ് പറയാൻ പോണത്. അതായത് ടയറുണ്ടല്ലോ. അപ്പോൾ പലരും പല ടയറാണ് ഇടുന്നത്. ഞാനും ഇതിപ്പം ഫ്രണ്ടിൽ കിടക്കുന്ന MRF ആണ്, ബാക്കിൽ കിടക്കുന്ന മിഷൽ എന്നൊരു കമ്പനിയാണ്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത് ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇത്ര പ്രഷർ വേണമെന്നുള്ളത്. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്താന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നത്. അവിടെ എഴുതിയേക്കുന്നത് ഓരോ ടയർ കമ്പനിയും അവർക്ക് എത്ര പ്രഷർ എത്ര പ്രഷർ നിറയ്ക്കാമെന്നുള്ളതിനൊരു ഇത് കാണും. അപ്പം പിന്നെ പ്രഷർ കൂടുന്നതനുസരിച്ച് വണ്ടിയുടെ ചാട്ടം കൂടും. അതൊരു കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഇപ്പം MRFൻ്റെ സാപ്പറിൻ്റെ ടയറാണ്. ഇത് വണ്ടിയുടെ കൂടെ കിട്ടുക. ഇത് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ടയറാണ്. എന്ന് പറഞ്ഞാൽ മൈലേജ് നമുക്ക് കൂടി കിട്ടും. ഈ ടയറിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇതിന് കാറ്റ് ഞാൻ ആദ്യം അടിച്ചുകൊണ്ടിരുന്നത് 26 ഇപ്പം ഞാൻ അടിക്കുന്നത് 26 24 പിന്നെ ഞാൻ 26 നോക്കി. അങ്ങനെ 28 ഈ 28 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 28-30 അടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. പക്ഷേ ചാട്ടം നല്ല രീതിയിലുണ്ട്. നമ്മൾ ചെറിയൊരു എന്നാ പറയുന്നത് ഒരു ഇങ്ങനെ ഒരു റോഡിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു കട്ടർ പോലത്തെ സംഭവം അതിൽ ചാടിക്കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആവും. അതുപോലെ തന്നെ ബാക്കിലെ മിഷലിൻ്റെ ടയറാണ്. അത് വണ്ണുള്ള ടയറാണ്, മെലിഞ്ഞ ടയറല്ല, വീതിയുള്ള ടയറാണ്. അപ്പോൾ ഈ ടയറിന് പിടുത്തമുണ്ട് നല്ലതായിട്ട്. അപ്പോൾ മൈലേജ് കുറയും. ഞാനിത് വാങ്ങിച്ചപ്പോൾ ഞാൻ അടിച്ചത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 അടിച്ചത്. അപ്പം 36 ഫ്രണ്ടിൽ 24 അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് മൈലേജ് ഇല്ലായിരുന്നു ഭയങ്കരമായിട്ട്. എനിക്ക് എങ്ങനെ കളിച്ചാലും ഒരു 70 കിട്ടുള്ളായിരുന്നു. അപ്പോൾ ഓർക്കണേ, കമ്പനി 127 നമ്മൾ പറഞ്ഞേക്കുന്നത്. അറ്റ്ലീസ്റ്റ് 100 കിട്ടണമല്ലോ ആ സ്പീഡിൽ ഓടിച്ചാൽ തന്നെ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാക്കിൽ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററിയിൽ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ഉള്ള അനുസരിച്ച് വേണം അടിക്കാനെന്ന്. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ ടയർ അതിനകത്ത് 40 അടിച്ചു, ഫ്രണ്ടിൽ 30 അടിച്ചു. ഇപ്പോൾ എനിക്ക് മൈലേജ് ഞാനൊരു 50-60 ആവറേജ് സ്പീഡിൽ ഓടിക്കുന്ന ഒരാളാണ്. 45-55 അങ്ങനെ ഏകദേശം ഒരു സ്പീഡിൽ എനിക്ക് ഒരു 80 കിട്ടുന്നുണ്ട്. ബാക്കി 30% ചാർജും വരുന്നുണ്ട് കേട്ടോ. 30 ചിലപ്പോൾ 40% ചാർജും വരും. ഇപ്പം ഞാൻ വണ്ടിയുടെ കാണിച്ചു തരാം. ഇപ്പോൾ ചാർജിങ്ങിലിരിക്കുക, കാണിക്കുമെന്നറിയില്ല, നോക്കാം. ഓൺ ചെയ്തിട്ടില്ല ചാർജർ. കുഴപ്പമില്ല, ഇപ്പോൾ കാണാം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും ഓഫ് ചെയ്തേക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ 27,000 കിലോമീറ്റർ വണ്ടിക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ. അല്ല, 28,000 കിലോമീറ്റർ. അപ്പം ഞാൻ എന്തുകൊണ്ടും സന്തുഷ്ടനാണ്. പിന്നെ 5 കിലോമീറ്ററിനകത്ത് ഷോറൂമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, വണ്ടി അവർ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. എല്ലാ കാര്യങ്ങളും നമുക്കപ്പോൾ കിട്ടും. ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരാഴ്ചയൊക്കെ താമസിക്കുന്നത്. പണ്ടൊക്കെ ഒത്തിരി താമസിക്കുമായിരുന്നു, ഇപ്പം പെട്ടെന്ന് തന്നെ കിട്ടും, ശരിയാക്കി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി എടുക്കുന്നത് എന്തുകൊണ്ടും ഇലക്ട്രിക് വണ്ടി ഉള്ളത് നല്ലതാണ്. ഒരു പെട്രോൾ വണ്ടിയിലും വീട്ടിൽ വേണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിയാൽ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നത്തെ മൈലേജൊക്കെ അത്യാവശ്യം 150 കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അതനുസരിച്ചൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. വേറൊരു കാര്യം, എനിക്ക് ആവറേജ് ഒരു 1,500 തൊട്ട് 1,800 വരെ ഒരു മാസം ഓട്ടമുണ്ട്. ഈ ഓട്ടത്തിന് എനിക്ക് ചിലവാകുന്നത് എക്സ്ട്രാ, നമ്മുടെ വീടിൻ്റെ കൂടാതെ ബാക്കി എക്സ്ട്രാ എനിക്ക് ചിലവാകുന്ന പൈസ എന്ന് പറഞ്ഞാൽ 400 രൂപയേ ഉള്ളൂ. പിന്നെ സർവീസ് വല്ലതും കയറ്റുവാണെങ്കിൽ 500 രൂപ, അത്രയൊക്കെ ഉള്ളൂ ചാർജ്. അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ ഇന്നത്തെ പെട്രോൾ വില അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ.
അപ്പോൾ ഇനി അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.